ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു വറുത്തരച്ച മീൻ കറിയാണേ. ചൂരക്കറി നമുക്ക് എങ്ങനെ വെക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ചെറിയ കൊച്ചുള്ളിയും ഒരു ചെറിയ 2 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂണ് കുരുമുളകും ചതയ്ക്കാത്ത സാധാരണ കുരുമുളകും ഒരു 1/4 മുറി തേങ്ങയും കൂടെ ഇട്ട് അല്പം കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയൊരു ഗോൾഡൻ നിറമാകുന്നവരെ നന്നായി തീ കുറച്ചിട്ട് മൂപ്പിക്കുക. നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് ഈ ചട്ടിയുടെ ആ ചൂടിൽ നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായി ചട്ടി നല്ല ചൂടാണ്. ഇപ്പോൾ നന്നായിട്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച്. ഈ സമയം നമുക്ക് അതേ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ ഇട്ട് ആ മസാല ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കണ്ട. അതിൻ്റെ ആ മസാലയുടെ ഒരു ചവ മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മസാല വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ മിക്സി കഴുകി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ വാളം പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ പുളിയൊക്കെ നോക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. വന്നതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തിളച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നമ്മൾ വറുത്തരച്ച മീൻ കറി റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.